ഹൈദരാബാദിലെ രാമോജി ഫിലിം സിറ്റിയുടെ ഫ്രണ്ടിലാണ് 3600 രൂപയുടെ ടിക്കറ്റാണ് എടുത്തിട്ടുള്ളത്. കരളേ കരളിന്റെ കരളേ. ശരിക്കും ഇത്രയൊക്കെ കൊടുത്ത് കാണാനുള്ളതൊക്കെ ഉണ്ട് ഈ രാമോജി ഫിലിം സിറ്റി. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഫിലിം സിറ്റി നമ്മൾ ഇന്ത്യയിലെ തെലങ്കാനയിലാണെന്നുള്ളത് എത്ര പേർക്ക് അറിയാം. ഇവിടെയാണ് ഐക്കണിക് ആയിട്ടുള്ള ബാഹുബലിയുടെ ഷൂട്ടിംഗ് ഒക്കെ നടന്നത്. അതുമാത്രമല്ല RRRലെ സീൻ ചെന്നൈ എക്സ്പ്രസിൽ ഷാറുഖ് ഖാൻ ദീപിക പദുക്കോൺ എടുത്ത ഒരു സ്റ്റെപ്പ് കയറി നടന്നത്, ഡേട്ടി പിക്ചറിലെ ഊലാല സോങ്, രാധയില് സൽമാൻ ഖാൻ ജയിലിൽ കിടന്നത്, അങ്ങനെ 2000-ഓളം ഏക്കറുള്ള ഈ ഒരു രാമോജി ഫിലിം സിറ്റിയിൽ വർഷത്തിൽ 200-ലധികം സിനിമകളാണ് ഷൂട്ട് ചെയ്യുന്നത്. ഇതിന്റെ വിശേഷങ്ങൾ പറഞ്ഞാലും തീരൂല. എന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഇനി നിങ്ങൾക്ക് ഇവിടെ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. 1996 തെലുഗു പത്രപ്രവർത്തകനും ഫിലിം പ്രൊഡ്യൂസറുമായ രാമോജി റാവു ആണ് ഹൈദരാബാദ് സിറ്റിയിൽ നിന്ന് 35 കിലോമീറ്റർ അകലെയുള്ള ഹയാത്ത് നഗറിൽ 2000 ഏക്കറുള്ള ഒരു രാമോജി ഫിലിം സിറ്റി തുടങ്ങുന്നതൊക്കെ. മുൻകൂട്ടി ഓൺലൈൻ വഴി നിങ്ങൾക്ക് ടിക്കറ്റ് പർച്ചേസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ചെന്ന് നിങ്ങൾക്ക് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് വാങ്ങിക്കാനും പറ്റുന്നതാണ്. ജനറൽ പാക്കേജ്, സ്റ്റാർ എക്സ്പീരിയൻസ്, അഡ്വഞ്ചർ പാക്കേജ് അടക്കം ഒരുപാട് തരത്തിലുള്ള പാക്കേജസ് ഉണ്ട്. നിങ്ങളെ ബഡ്ജറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം. ഞാനൊരു സ്റ്റാർ എക്സ്പീരിയൻസ് ആണ് ഓപ്റ്റ് ചെയ്തത്. സ്റ്റാർ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ ഒരു പ്രീമിയം ലോഞ്ചിലോട്ടാണ് നമ്മൾ ആദ്യം കയറി ചെല്ലുന്നത്. നമുക്ക് പോകാനുള്ള AC ബസ് ഇവിടെ വരും. അതുവരെ നമുക്ക് കുടിക്കാനായിട്ട് ചായയോ വെള്ളമോ അതുപോലെ തന്നെ കോംപ്ലിമെന്റ് ആയിട്ട് നമുക്കൊരു ചോക്ലേറ്റ് ബോക്സ് ഒക്കെ തരുന്നുണ്ട്. കൂടെ നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് വൗച്ചേഴ്സും ഉണ്ട്, ഇൻക്ലൂഡിംഗ് ഫുഡ്. 10-15 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് പോകാനുള്ള ബസ് വന്നു. നമ്മളൊരു ജനറൽ പാക്കേജ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ഫുള്ള് ചൂടത്ത് ഇറങ്ങി നടന്ന് വീണ്ടും നമ്മൾ ബസ്സിൽ കയറി വീണ്ടും നമ്മൾ ഇറങ്ങി പുറത്ത് കാഴ്ചകളൊക്കെ കണ്ടാകുമ്പോൾ നമ്മൾ ശരിക്കും ടയർഡാവും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സ്റ്റാർ എക്സ്പീരിയൻസ് പൈസ കൂടുതലായാലും എടുത്തതൊക്കെ. AC ഷട്ടിൽ ബസ്സിലാണ് നമുക്ക് ഉള്ളിലോട്ടുള്ള യാത്രയൊക്കെ. അതേപോലെ AC റെസ്റ്റോറന്റിൽ വെജ് ആൻഡ് നോൺ വെജ് ബൊഫേ, ഈവനിങ്ങിൽ നമുക്ക് ടീ ആൻഡ് സ്നാക്സ് ഉണ്ട്. അത് മാത്രമല്ല ഏതൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ നമുക്ക് ക്യൂ നിൽക്കാതെ ഉള്ളിലോട്ടൊക്കെ കയറാൻ പറ്റും. സ്വന്തം വണ്ടിയിലാണ് നിങ്ങൾ വരുന്നെങ്കിൽ അവിടെ ഇഷ്ടം പോലെ പെയ്ഡ് പാർക്കിംഗ് ഉണ്ട്. ഈ ഒരു ഷട്ടിൽ ബസ് ഉപയോഗിച്ചാലും മാത്രമേ നിങ്ങൾക്ക് ഉള്ളിൽ പോകാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ രാമോജി ഫിലിം സിറ്റി ഉള്ളിലെ ഏതെങ്കിലും ഒരു ഹോട്ടലിലെ റിസർവേഷൻ വൗച്ചർ കാണിച്ചാൽ നിങ്ങൾക്ക് പ്രൈവറ്റ് വെഹിക്കിൾ ആയിട്ട് ഉള്ളിലോട്ടൊക്കെ കയറാൻ പറ്റും. ഞാൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. അതിനുള്ള ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത് ലോകത്തിലെ മേജർ ആയിട്ടുള്ള 5 ഫിലിം സ്റ്റുഡിയോസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് യൂണിവേഴ്സൽ സ്റ്റുഡിയോസ്, വാർണർ ബ്രദേഴ്സ്, പാരമൗണ്ട്, വാൾട്ട് ഡിസ്നി, അതേപോലെ തന്നെ സോണി പിക്ചേഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 700 ഏക്കറിന് താഴെ വരുള്ളൂ. പക്ഷേ ഈ ഒരു രാമോജി ഫിലിം സിറ്റി എന്ന് പറയുന്നത് 2000 ഏക്കറിലാണ്. അതിന്റെ ഓൾമോസ്റ്റ് ട്രിപ്പിൾ. അത് മാത്രമല്ല ഈ ഒരു രാമോജി ഫിലിം സിറ്റിക്ക് ഗിന്നസ് വേൾഡ് റെക്കോർഡ് വരെയുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ഫിലിം സിറ്റി എന്ന് പറയുന്നത്. ആ ഒരു സ്ഥലം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്ന വഴി ബസ്സിൽ നമുക്ക് കാണാൻ കഴിയുന്നത് കിലോമീറ്ററുകളോളം ബാരൻ ആയിട്ടുള്ള ഒരു ഡ്രൈ ലാൻഡ് ആണ്. രാമോജി റാവുവിന്റെ ഒരു സ്വപ്നമായിരുന്നു ഇന്ത്യയിലെ ഏത് സിനിമ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അത് നോർത്ത് ആയിക്കോട്ടെ സൗത്ത് ആയിക്കോട്ടെ, അതിന് പറ്റുന്ന എല്ലാ രീതിയിലുള്ള ലൊക്കേഷൻ തന്റെ ആ ഒരു ഫിലിം സിറ്റിയിൽ ഉണ്ടാവണം എന്നുള്ളത്. അദ്ദേഹം അത് ഉണ്ടാക്കുകയും ചെയ്തു. ബസ്സിൽ നമുക്ക് കൂടെ ഒരു ഗൈഡ് എപ്പോഴും ഉണ്ട്. എന്താണ്, എവിടെയാണ്, ഇവിടെ എന്തൊക്കെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞു തരാനായിട്ട് 500-ലധികം പ്രീ എക്സിസ്റ്റിംഗ് സെറ്റപ്പ് ആണ് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ, ഒരു നോർത്ത് ഇന്ത്യൻ മൂവിയാണ് ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് മാത്രമായിട്ടുള്ളൊരു സിറ്റി, അവിടെയാണ് ഗുൽമാലും സിംബാലൊക്കെ ഷൂട്ട് ചെയ്തത്. ഇവൻ സൗത്ത് ഇന്ത്യക്ക് വേണമെന്നുണ്ടെങ്കിലോ അതുമുണ്ട്. പുഷ്പയും റാവണും ഉദയനാണ് താരൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. മഹാഭാരതിന്റെ സെറ്റപ്പ് വരെ കാണാൻ പറ്റും. അതിനുള്ളിലത്തെ രാജാക്കന്മാരും രാജകുമാരിമാരൊക്കെ തലക്ക് ഇങ്ങനെ ഇളകുന്നത് നമുക്ക് കാണാം. ഇന്ത്യയുടെ ഐക്കണിക് ലൊക്കേഷൻസ് ആയ ബോംബെയിലെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ, രാജസ്ഥാനിലെ ഹവാ മഹൽ, ഡൽഹി ഗേറ്റ്, ഗോൾഡൻ ടെമ്പിൾ, ഹോസ്പിറ്റൽ സെറ്റപ്പ്, ദൃശ്യം ഹിന്ദി മൂവിയിലുള്ള ബംഗ്ലോ ഒക്കെ ഇവിടെയാണുള്ളത്. റെയിൽവേ സ്റ്റേഷൻ തന്നെ 2 ഉണ്ട്. ഒന്ന് റൂറൽ രീതിയിലും അർബൻ രീതിയിലും. നമ്മുടെ ഷാറുഖ് ഖാനൊക്കെ ഓടിപ്പോയി ട്രെയിനിന്റെ അവിടെ കയറിയതൊക്കെ ഇവിടെ വെച്ചിട്ടാണ്. ഞാനും അതുപോലെ കുറച്ചു നേരം കയറിയൊക്കെ ഇറങ്ങി നടന്നൊക്കെ ചെയ്തു. വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. എയർപോർട്ടൊക്കെ ഗംഭീരാണ്. ഈവൻ ഫ്ലൈറ്റിന്റെ ഉള്ളിൽ വരെ അവിടെ ഉണ്ട്. 3 തരത്തിലുള്ള ജയിലും ഉണ്ട്. എടുത്തു പറയേണ്ട ഒന്നാണ് അവരുടെ ഒരു സ്പെക്ടാക്കുലർ ആയിട്ടുള്ള ഒരു സ്ട്രീറ്റ്സ് എന്ന് പറയുന്നത്. നോർത്ത് ഇന്ത്യൻ സ്ട്രീറ്റ്സ്, സൗത്ത് ഇന്ത്യൻ സ്ട്രീറ്റ്സ്, ഇവൻ ഇനി കോളേജ് ആൻഡ് യൂണിവേഴ്സിറ്റിയുടെ സ്ട്രീറ്റ് ആണ് വേണമെന്നുണ്ടെങ്കിലും അതുകൊണ്ട്. പിന്നെ പാർക്കിന്റെ കാര്യങ്ങൾ എടുത്ത് പറയേ വേണ്ട. മുഗൾ ഗാർഡൻ, മൈസൂർ വൃന്ദാവൻ ഗാർഡൻ ഒക്കെ അതേപോലെ പറിച്ചു വെച്ചിരിക്കുകയാണ്. 50 ഹ്യൂജ് empty പില്ലർലെസ് ആയിട്ടുള്ള സെറ്റ്സ് ഉണ്ട്. നിങ്ങൾക്ക് അവിടെ എന്ത് വേണമെങ്കിലും പ്രോഗ്രാംസോ ഷോസോ സിനിമയുടെ ഷൂട്ടോ ഒക്കെ നടത്താൻ പറ്റും. ഈ സിനിമ സെറ്റ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ആർട്ടിസ്റ്റുകൾ ഉണ്ട്, ഡിസൈനേഴ്സ് ഉണ്ട്. ഇതൊക്കെ ഉണ്ടാക്കാനും നിർമ്മിക്കാനും പറ്റുന്ന മെഷീൻസ് അടക്കം നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അതായത് ഒരു രീതിയിൽ നിങ്ങൾക്ക് സിനിമ ഉണ്ടാക്കാനുള്ള ഒരു കാര്യത്തിന് നിങ്ങൾക്ക് പുറത്തു പോകണ്ട. എല്ലാതും ഈ ഒരു രാമോജി ഫിലിം സിറ്റിയുള്ളിൽ ഉണ്ട് എന്നുള്ളതാണ്. വെർച്വൽ പ്രൊഡക്ഷൻ സെറ്റ് ഒക്കെ അടിപൊളിയാണ്. അതായത് അവതാറിനൊക്കെ ഉപയോഗിച്ച ടെക്നോളജി ഉണ്ടല്ലോ, ട്രാക്കേഴ്സും ഗ്രീൻ സ്ക്രീനൊക്കെ ഉപയോഗിച്ചിട്ടുള്ളതൊക്കെ, അതൊക്കെ അവർ ചെയ്ത് നമുക്ക് കാണിച്ചു തരും എങ്ങനെയാണ് അത് ഷൂട്ട് ചെയ്തെന്നുള്ളത്. ജാപ്പനീസ് ആൻഡ് ചൈനീസ് രീതിയിലുള്ള ലാൻഡ്സ്കേപ്പുകളൊക്കെ കാണാൻ നല്ല രസമാണ്. ഈവൻ ലണ്ടൻ സ്ട്രീറ്റ് ഒക്കെ എന്ത് ഭംഗിയായിട്ടാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ലൈറ്റ് കളേഴ്സ് ഉപയോഗിച്ചിട്ടുള്ള ബിൽഡിംഗ്. ഇവിടെ എത്തിയപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഉദയനാണ് താരത്തിലെ ശ്രീനിവാസൻ ആ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ഫാൻസിനൊക്കെ അഭിവാദ്യം ചെയ്യുന്ന ആ ഒരു കാഴ്ചയാണ്. ശരിക്കും
അടിപൊളിയാണ് കേട്ടോ. നമുക്ക് ഓരോ മൂവികളും ഇങ്ങനെ കണ്ണിൽ കൂടെ ഇങ്ങനെ നടന്നിറങ്ങി പോകും. ഈ ഒരു കാഴ്ചകൾ മാത്രമല്ല, വേറെ എൻജോയ് ആക്കാൻ പറ്റുന്ന ഒരുപാട് ഫൺ ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട്. എയർ കണ്ടീഷൻ ചെയ്തിട്ടുള്ള ബട്ടർഫ്ലൈ ഗാർഡനും മ്യൂസിയം ഒക്കെ അടിപൊളിയാണ്. ബേർഡ് പാർക്ക് ഉണ്ട്, കൃപാലു കേവ്സ് ഉണ്ട്, ബോൺസായ് ഗാർഡൻ ഉണ്ട്, സൺ ഫൗണ്ടെയിൻ, അങ്ങനെ ഒരുപാട് കാഴ്ചകൾ ഈ പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. മൂവി മാജിക്കിലെ ഫിൽമി ദുനിയ, സ്പേസ് യാത്ര, ആക്ഷൻ തിയേറ്റർ ഒക്കെ ഗംഭീര ഫീലിംഗ് ആണ്. എന്റർടൈൻമെന്റ് ഷോസ് ഉണ്ട്, അതും ലൈവ് ആയിട്ടുള്ളത്. സ്പിരിറ്റ് ഓഫ് റാമോജി, വൈൽഡ് വെസ്റ്റ് സ്റ്റൺ ഷോ ഒക്കെ സ്റ്റണ്ണിങ് ആണ്. അത് നിങ്ങളിങ്ങനെ കണ്ടിങ്ങനെ ഇരുന്നിരിക്കും. പെർഫോമൻസ് ആണെങ്കിൽ അടിപൊളിയാണ്. ആ ഒരു വെടിവെക്കുന്നതും അവർ വീഴുന്നതും അവരുടെ ആ ഒരു പെർഫോമൻസും മൈൻഡ് ബ്ലോയിങ് ആണ്. ബാഹുബലിയുടെ മ്യൂസിക് ഒക്കെ വെച്ചിട്ടൊരു ലൈവ് പെർഫോമൻസ് ഉണ്ട്. ആയിരക്കണക്കിന് ആളുകൾ ഒരേ സമയം വന്നിരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന, അതിന്റെ ഓരോ ബീജിയം അവിടെ കേൾക്കുമ്പോഴും ആ പാട്ട് കേൾക്കുമ്പോഴും നമുക്ക് ആ സിനിമയിലെ ഓരോ രംഗങ്ങളും നമുക്ക് ഓർമ്മ വരും. അത് മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു. ഇതിനൊക്കെ ശേഷമാണ് നമ്മൾ അവസാനം ആ ഒരു കാത്തിരുന്ന ബാഹുബലി സെറ്റിലോട്ട് നമ്മളെ കൊണ്ടുപോകുന്നത്. അവിടെ കാണുന്ന ആ ഒരു കാഴ്ചകള്, എന്റെ മോനെ, അത് ഇങ്ങനെ പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. നിങ്ങൾ അവിടെ ചെന്ന് തന്നെ അത് കണ്ടറിയണം എങ്ങനെയാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് എന്നുള്ളത്. ശരിക്കും ഹാറ്റ്സ് ഓഫ് ടു ദി ഡയറക്ടർ. ഈ കാഴ്ചകൾക്ക് ശേഷം നമ്മൾ എവിടെ നിന്നാണോ നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത്, ഈ ഒരു ഷട്ടിൽ ബസ് നമ്മൾ അവിടെ തിരിച്ച് കൊണ്ടെത്തിക്കും. ഈ ഒരു അനുഭവം എന്ന് പറയുന്നത് ഇവിടെ സിനിമ ഷൂട്ട് ചെയ്യൽ മാത്രമല്ല, സിനിമ ഒരു സെലിബ്രേഷൻ ആക്കി കൂടി എടുത്തിരിക്കുന്നതാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. നമ്മൾ ഇന്ത്യക്കാർക്ക് സിനിമ ഭയങ്കര ഇഷ്ടമാണല്ലേ. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് വർഷത്തിൽ 2000-ലധികം സിനിമകളാണ് 20-ലധികം ഭാഷകളിൽ ഇന്ത്യയിൽ റിലീസ് ചെയ്യുന്നതെന്ന് പറയുന്നത്. അതിൽ ഈ ഒരു റാമോജി ഫിലിം സിറ്റിക്ക് വലിയൊരു പങ്കുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ട് ഹൈദരാബാദിലോ അല്ലെങ്കിൽ ഇവിടെ പോകാനായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും പോയിട്ട് കാണണം. വേൾഡിലെ പലതരത്തിലുള്ള സെറ്റുകൾ ഫിലിം സ്റ്റുഡിയോകൾ ഉണ്ടെങ്കിൽ കൂടിയിട്ടും റാമോജി ഫിലിം സിറ്റി നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ഒരു സ്ഥലം കാണേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള എല്ലാ അഡ്വാൻസ് ടെക്നോളജിയും ലാൻഡ്സ്കേപ്പും ഒക്കെ നിങ്ങൾക്ക് കാണാം. രാവിലെ മുതൽ രാത്രി വരെയുള്ള എന്റർടൈൻമെന്റ് ആൻഡ് ലൈവ് പ്രോഗ്രാംസ് ആണ്. 3500 രൂപ കൊടുത്തത് എനിക്ക് വളരെ വേർത്തി ആയിട്ടാണ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തത്. കാരണം AC ബസ്സിലുള്ള യാത്ര, AC റെസ്റ്റോറന്റിൽ ലഞ്ച്, ബുഫേ, ഒരു സ്ഥലത്തും ഒരു ഷോസ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല. ഇനി സ്റ്റാർ എക്സ്പീരിയൻസ് ഒന്നും എടുക്കണമെന്നില്ല, നിങ്ങൾ ജനറൽ എടുത്താലും മതി. പക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും പോയിട്ട് കാണാ, എക്സ്പീരിയൻസ് ചെയ്യുക എന്താണ് ലോകത്തിലെ ഏറ്റവും വലിയ റാമോജി ഫിലിം സിറ്റി എന്നുള്ളത്. താങ്ക് യു സോ മച്ച് വണ്ടറിങ് ഫുഡി.